അല്ലാതെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ആര് വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും, തെളിയിക്കണം. അപ്പോൾ പാവങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് എടുക്കാം, പറ്റിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല ഈ കച്ചവടം ചെയ്യുന്നത് എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതമാർഗ്ഗമാണത്, അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. കൊടുക്കാം, ആദ്യം കൂടുതൽ ഇട്ടോ നമ്മളെ ഈ പറയുന്ന വിലയെക്കാട്ടി ഫിനാൻസ് ചിലപ്പോൾ വില നമ്മളെ 1.75. ചെറിയ പണികളൊക്കെ ഇത് 55 രൂപ വിലയുള്ളു. വില 48 രൂപയ്ക്ക് കൊടുക്കാം. ഫൈനൽ വിലയാണ്. വണ്ടി ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് ഈ വില കൂടുതൽ. കുറഞ്ഞ വിലയ്ക്ക് നാനോ കിട്ടും. അതിലുള്ള നാനോ അല്ല. ഇത് 1,85,000 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല പറ്റും. 1,35,000 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇല്ല ഒന്നുമില്ല. 1.85 കൊടുക്കും. 1.85. ചെറിയ വിഷയങ്ങളെല്ലാം ക്ലിയർ ആക്കി 2,35,000 രൂപയ്ക്ക് കൊടുക്കും. പ്രൈസ് 2.60. ഫിനാൻസ് വേണമെങ്കിൽ കയറുമല്ലോ. ഫിനാൻസ് കിട്ടും. പിന്നെ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഈഞ്ചവളി സ്ഥലത്തിലാണ്. നമ്മുടെ സലീമേട്ടൻ്റെ വീഡിയോയുടെ സ്വാഗതം. ഒരുപാട് പേര് ചോദിച്ചു സലീമേട്ടൻ്റെ വീഡിയോ എന്താ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം 1 മാസം പെൻഡിങ് ആയില്ലേ കേട്ടോ. അത്യാവശ്യം 1 മാസമായി. നന്ദു മറ്റേ സനൂപ് ഒന്ന് ചെയ്തിട്ട് 10 ദിവസമല്ലേ ആയോളും. വണ്ടി കിട്ടാനല്ല, വണ്ടികൾ വരുന്ന എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചു വണ്ടികൾ ഇപ്പം കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല വണ്ടികളാണ് കിടക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വണ്ടികളാണ് കിടക്കുന്നത്. കൂടുതലുണ്ട്. അപ്പം നമ്മൾ 2 ബസ്സായിട്ടാണ് വിടുന്നത്. അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലമാണ്. കല്ലമ്പലം തട്ടുപാലം, നമ്മുടെ സർവീസ് റോഡ് അല്ലേ ഇത്? സർവീസ് റോഡിന്റെ കല്ലമ്പലത്തിൽ നിന്ന് വരുമ്പോൾ സർവീസ് റോഡിന്റെ ഇടത് സൈഡിൽ കൊല്ലത്തു നിന്ന് വരുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ പോയി യൂട്ടേൺ അടിച്ച് വരേണ്ടി വരും. ഇപ്പം മറ്റേ ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ അതെ. ഓക്കെ, നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാം, സലീമേട്ട വണ്ടികൾക്കെല്ലാം ഗ്യാരണ്ടിയാണ്. സലീമേട്ട ഏത് വണ്ടി എടുത്താലല്ലേ? പിന്നെ എല്ലാ വണ്ടികളും നോക്കി എടുത്തിട്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് ഒന്നെടുക്കാം. അതിൻ്റെ ഫുൾ ഗ്യാരണ്ടി ഞാനായിരിക്കും. അതല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടൊന്ന് നോക്കി ഇതായിട്ട് എടുക്കണം. ഈ വണ്ടികളെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കി, ഞാൻ അപാകതകളില്ല എന്ന് മനസ്സിലാക്കിയാണ് എടുത്തിരിക്കുന്നത്. എഞ്ചിനും ഗിയർ ബോക്സിനും പ്രത്യേകിച്ച് ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ സനൂപിൻ്റെ വീഡിയോ വന്ന സമയത്ത് 2-3 പേരത് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിരുന്നു. ഫസ്റ്റ് 3 കമൻറ്റ് നെഗറ്റീവ് കമൻറ്റായിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങളിത് തെളിയിക്കാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്ന വണ്ടിയിൽ വിളിച്ചിട്ട് പരിഹരിക്കാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യനും വിളിച്ചിട്ടില്ല. അത് മനഃപൂർവ്വം ആരോ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതാണ്. അല്ലാതെ ഒറിജിനലായിട്ടുള്ള 3 നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്. അത് ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു 7-8 മാസം മുമ്പ് കൊടുത്തൊരു സണ്ണിയുടെ കാര്യമാണ്. സണ്ണി ഞാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ വാർണിംഗ് ലൈറ്റ് അതിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാണ് കൊടുത്തത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ വാർണിംഗ് ലൈറ്റ് എവിടെ കൊണ്ടുപോയി ശരിയാക്കാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എന്നെ സ്ഥലവും പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം അദ്ദേഹം ഇവിടെ വിൽക്കാൻ ഒരു 7-8 മാസം കഴിഞ്ഞ് ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നതല്ലാതെ ഒരു തവണ പോലും അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ അതിന് നെഗറ്റീവായിട്ട് പ്രതികരിച്ചിട്ടെന്നോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹം ഒരിക്കൽ പോലും ആ വണ്ടി കുഴപ്പമൊന്നും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വണ്ടി ഇട്ടിട്ട് പോയാൽ, മോൻ പറഞ്ഞു, എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടിട്ട് പോയാൽ ഞാൻ വിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വേണ്ട കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് അദ്ദേഹമാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. പിന്നെ വേറെ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതും 1 വർഷം മുന്നേ ഒരു റീടെസ്റ്റ് ചെയ്യാത്ത വാഗണാർ 85,000 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ അതിന് ശേഷം പല കാര്യങ്ങളും നമ്മൾ വിളിച്ച് സംസാരിക്കുക, എല്ലാ സൗകര്യത്തിരക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഏതാണ്ട് 1 വർഷം പിന്നെ പിന്നെ ആ വണ്ടി ടെസ്റ്റ് ചെയ്യാതെ എനിക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിലും നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കുന്നു. പിന്നെ 3ാമത് സ്പാർക്ക്, അതും 8 മാസത്തിന് മുന്നേ കൊടുത്തൊരു വണ്ടി. അദ്ദേഹം ഇട്ടിരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ് ഇട്ടേക്കുന്നത്. എന്താ പറയുന്നത്, 45 രൂപയ്ക്ക് 2011 ഏതുകൊണ്ട് സ്പാർക്കായിരുന്നു കൊടുത്തത്. ഇതുവരെ വിളിച്ചിട്ടില്ലായിരുന്നു. എന്തോ ഒരു അറപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി ശരിയാക്കിയെന്നും പറഞ്ഞു, ശരിയാക്കാനും പറഞ്ഞു. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ അടുത്ത സമയത്താകേണ്ട എന്നെ വിളിച്ചിട്ട് ഞാൻ കൊണ്ടുവരട്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്നില്ല. അദ്ദേഹം ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നും എന്നെ വിളിച്ചു പറഞ്ഞു. അല്ലാതെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ആര് വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും, തെളിയിക്കണം. ഏതെങ്കിലും രീതിയിൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും. ഞാൻ വിളിച്ചിട്ട് പരിഹരിക്കാത്ത ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയാൽ. സലീമേട്ട
സ്വിഫ്റ്റ് ഡീസൽ അല്ലേ? 2009 ഡിസംബർ മാസം VDI സ്വിഫ്റ്റ് ആണ്. ഡീസൽ വണ്ടി 2009 ഡിസംബർ മാസം VDI സ്വിഫ്റ്റ് ആണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ 1,55,000 കിലോമീറ്റർ 4ാമത്തെ ഓണറുമാണ്. ടയർ എല്ലാം കൊള്ളാം. കൊള്ളാം. ഇതിലുള്ള വണ്ടികളൊന്നും നല്ല വണ്ടികളെ ഇതിലുള്ള വണ്ടികളൊന്നും കിട്ടാനില്ല. ഒരുപക്ഷെ ആർക്കെങ്കിലും വില കൂടിപ്പോയെന്ന് തോന്നിയാൽ അത് തോന്നലാണ്. പക്ഷെ നല്ല വണ്ടികൾ കിട്ടാനില്ല. ഇത് 1,85,000 രൂപ ഫൈനൽ വിലക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. 2009 പേപ്പർ ഉണ്ട്. ഡിസംബർ 4ാമത്തെ ഓണർഷിപ്പ് 155 കിലോമീറ്റർ. വണ്ടി നീറ്റ് ക്ലീൻ വണ്ടി. അടുത്ത വണ്ടി ഷെവർലെ സെയിൽ അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽസ്? പുതിയ വണ്ടി ഷോറൂമിൽ എങ്ങനെ കിടക്കും അതേപോലെ കിടക്കും. കണ്ടീഷൻ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ. മോഡൽ 2013 ആണ്. പെട്രോൾ ആണ്. 2013 ഷെവർലെ സെയിൽ. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉള്ള എയർ ബാഗ് ഉള്ള വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതെ നല്ല വണ്ടി. വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ബോഷ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് എടുത്തിട്ട് പോകാൻ പറ്റും. 1,35,000 രൂപ ഫൈനൽ വിലക്ക് കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. റീപ്ലേസോ ആക്സിഡന്റോ ഒന്നുമില്ല. ഓടിക്കാനൊക്കെ ക്ലാരിറ്റിയുള്ള വണ്ടി. 14-15 മൈലേജ് അതിൽ കൂടെയുള്ളു. പിന്നെ നല്ല മൈലേജാണ്. നല്ല അത്യാവശ്യം വേണമെന്ന മൈലേജാണ്. ഒരുപാട് മൈലേജ് ഉള്ള വണ്ടി അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ ഡെന്റോ പാച്ച് വർക്കോ ഒന്നുമില്ല. 4 ടയറും പുതിയത്. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ ആണ് കേട്ടോ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? സ്വിഫ്റ്റ് VXI 2013. തേർഡ് ഓണർ. പെട്രോൾ വണ്ടി. കിലോമീറ്റർ 60,000. ഓക്കെ. ഈ വണ്ടിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വണ്ടിയുടെ ഫ്രണ്ട് ചെറിയ തട്ട് തട്ടിയിട്ടുണ്ട്. ഒരു അബ്രോൺ പണിതിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പക്ഷേ വണ്ടി 60,000 കിലോമീറ്ററും ഹൈ ക്വാളിറ്റി ആണ് ഓടിക്കുക. എഞ്ചിനൊക്കെ സ്മൂത്ത് എഞ്ചിൻ. ഈ ഇടിച്ചത് കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന പാർട്ടിയൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്നുള്ള ഇത് സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം കേട്ടോ. നല്ല ക്വാളിറ്റിയാണ് വണ്ടി. സർവീസ് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നതേ ഉള്ളു. ഈ കാണുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം ക്ലിയർ ആക്കി 2,35,000 രൂപയ്ക്ക് കൊടുക്കും. വണ്ടി ഈ ഇടിച്ചത് കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അത് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. ഈ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉള്ളത് മാറ്റി 2,35,000 രൂപയ്ക്ക് കൊടുക്കും. 2013 VXI 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എഞ്ചിനൊക്കെ പുതുപുത്തം കണക്കിരിക്കുകയാണ്. 2010 വാഗണാർ LXI വണ്ടിയാണ്. 2030 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. നിലവിൽ യാതൊരുവിധ വിഷയങ്ങളും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. നന്ദകുമാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പഴയ വണ്ടികൾ എടുക്കാൻ വരുന്നവർക്കെല്ലാം നല്ല പ്രതീക്ഷയോട് കൂടിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കണക്കാക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് പോകുന്നത്. നമ്മുടെ കയ്യിൽ വരുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്നതാവണമെന്നൊന്നുമില്ല. ചിലപ്പം ചെറിയ ചെറിയ ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ തരണം ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മൾ എത്ര നല്ലതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല കല്യാണം കഴിച്ചത് ചെലവിന് കൊടുക്കുന്നത് പോലെ ഇതിനും ചെലവിന് കൊടുത്തോണ്ടിരുന്നാലും ഇത് നമ്മളെ കൂടെ കൂടും. അപ്പൊ അതാണ് ഈ ഒരു കല്യാണം കഴിച്ച് നമുക്ക് കിട്ടുന്നത് പോലെയാണ് ഈ പഴയ വണ്ടി എടുക്കാൻ വരുന്ന ഒരു അവസ്ഥ. പക്ഷെ പുതിയ വണ്ടി എടുക്കാൻ പോണവർക്ക് ഇങ്ങനെ ഒരു വിഷയം വരത്തില്ല. അല്ല സെക്കൻഡ് ഹാൻഡ് കെട്ടാറൊക്കെ ഉണ്ട്. അതല്ല നമ്മൾ എത്ര നല്ലതെന്ന് പറഞ്ഞാൽ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടിയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസുകൾ ഭാവിയിലൊക്കെ വരും. അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിൽ ആ ഉദ്ദേശിച്ച് വരതാണൊക്കെ കിട്ടണമെന്നില്ല. കല്യാണം അങ്ങനെയാണ്, മനസ്സിൽ ഉദ്ദേശം പോലെ കിട്ടണമെന്നില്ല. എന്നാലും എല്ലാവരും ഉദ്ദേശിച്ചതുപോലെ കിട്ടണേ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനതെല്ലാം എടുത്തിട്ടിരിക്കുന്നത്. അത് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആർക്കും ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. 1,75,000 രൂപ വില. നല്ല ഓണർഷിപ്പ് 5. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇതും ഈ പറഞ്ഞ വാഗണാറുകളെല്ലാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ബോഡിയും എഞ്ചിനും ഒക്കെ നീറ്റാണ്, ഫുള്ളി നീറ്റാണ്. ഈ ഓണർഷിപ്പ് മാറുന്ന അനുസരിച്ച് ഓരോ ഭാഗങ്ങളും നീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരാളെ കൈയിരിക്കുമ്പോഴാണ് പണികൾ ചെയ്യാത്തത്. തമാശയല്ല, ഈ ഓണർഷിപ്പ് മാറിയ വണ്ടികളെല്ലാം ക്വാളിറ്റി കൂടുതലായിരിക്കും സിംഗിൾ ഓണറെ കാട്ടി. എൻ്റെ അനുഭവം അല്ലത്, അത് കുറച്ച് സത്യമാണ്. ചിലവർ സൂക്ഷിക്കാറില്ല. സൂക്ഷിക്കാത്തവരുടെ കയ്യിൽ ഫസ്റ്റ് ഓണറുടെ കയ്യിൽ ഇരുന്നാലും അത് ചീത്ത വണ്ടിയായിരിക്കും. ഇതുപോലെ നമ്മളൊരു വണ്ടി എടുത്താലും നമ്മളേതായ പണി എന്തെങ്കിലുമൊക്കെ അത് ചെയ്യാതിരിക്കണം. ഈ ഓണർഷിപ്പ് ഇവിടെ വിൽക്കുന്ന വണ്ടികളെ സംബന്ധിച്ച് എനിക്ക് ഓണർഷിപ്പ് കൂടിയ വണ്ടിക്ക് വില കൂടുതലാണ്. എക്സ്പീരിയൻസ്
സലീമേട്ട ഇപ്പം ആൾക്കാർ ചെറുതായിട്ട് തപ്പി നടക്കുന്നുണ്ടല്ലേ കോട്രാജെറ്റ്. പിന്നെ അത് മാർക്കറ്റുള്ള വണ്ടിയല്ലേ. 2008 കോട്രാജെറ്റ് വിസ്റ്റയാണ് കേട്ടോ. ആ ഹെഡ്ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ നന്ദകുമാരെ. ഒരു പൊട്ടി ഇരിപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ചെറിയ AC ഒന്നും വേണ്ടാതെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ചെറിയ ഫാമിലിക്ക് പറ്റിയ നല്ല വണ്ടി. നല്ല ക്വാളിറ്റിയാണ് വണ്ടി കേട്ടോ. ഓടിക്കാനും AC വർക്ക് ചെയ്യുന്നില്ല. AC ഒരു 8 രൂപ ഉണ്ടെങ്കിൽ AC ഫുള്ള് അല്ല അടിപൊളിയായിട്ട് ശരിയാക്കി എടുക്കാം. നിലവിലെ കണ്ടീഷനിൽ 55 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി എഞ്ചിനും ഗിയറും ഒക്കെ നല്ല ക്വാളിറ്റി. ഒരു ചെറിയ ഫാമിലിക്ക് എന്തെങ്കിലും വന്നാലും നൈസ് പണികളെ വരൂ. ഏത് പഴയ വണ്ടികൾ ഇങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത്തിരി പൈസ വെച്ചിരിക്കണം. ചെറിയ പണികൾ എഞ്ചിനും ഗിയറിന് വന്നാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യും. എന്നാലും വേറെ മറ്റു ചെറിയ പണികളൊക്കെ ഇത് 55 രൂപ വിലയുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിച്ചോളണം. കുറഞ്ഞ വണ്ടികളായതുകൊണ്ടാണ് സെപ്പറേറ്റ് എടുത്ത് പറയുന്നത്. 2011 നാളെ റീടെസ്റ്റ് ചെയ്യുന്ന LXi വാഗണർ സെക്കൻഡ് ഓണർ കൊടുക്കും. 5 വർഷം പേപ്പർ ആയി 5 വർഷത്തെ ഫുൾ പേപ്പർ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുക്കും കേട്ടോ. LXi വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. എക്സ്ട്രാ ഗ്യാരണ്ടി ആണ്. സെക്കൻഡ് ഓണർ പെട്രോൾ ആണ് വണ്ടി. LXi ആണ്. സീറ്റൊക്കെ നല്ല സീറ്റ് എല്ലാം ഉണ്ട്. നല്ല വണ്ടി. ഇത് 1,90,000 രൂപയ്ക്ക് കൊടുക്കും. ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. 5 വർഷം പേപ്പർ 5 വർഷം പേപ്പർ എടുത്ത് 1,90,000 കൊടുക്കും. വണ്ടി പുത്തം പോലെ ഇരിക്കുകയാണ്. വണ്ടിയുടെ ഭാഗങ്ങള് ഗ്യാരണ്ടി ഉണ്ട്. അതെ ടയർ കണ്ടീഷൻ 60% ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ നല്ല ടയറല്ലേ അത്യാവശ്യം. അതെ നെക്സ്റ്റ് നമ്മുടെ കിഡ് 2016 ഓട്ടോമാറ്റിക് കിഡ് 1 ലിറ്റർ ഓട്ടോമാറ്റിക് 16 മോഡൽ 2016 ഓട്ടോമാറ്റിക് കിഡ് 1 ലിറ്റർ RXT. ഓക്കെ. ഇതിനകത്ത് 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. 33,000 കിലോമീറ്റർ. വണ്ടിയൊക്കെ പുതിയ വണ്ടി ഓടിക്കുന്നതാണ്. ഈ കാണിച്ച വണ്ടികളെല്ലാം പുതിയ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. അല്ലാതെ ഒരു വ്യത്യാസങ്ങൾ ഈ വണ്ടിയൊക്കെ ഇല്ല. വണ്ടി നീറ്റാണല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു 80% ടയർ ഉണ്ട്. RXT അതായത് ടോപ്പിന് വേണ്ടിയല്ലേ അവരുടെ RXയുടെ ഏറ്റവും നല്ല വണ്ടി. ഈ ചെറിയ ഫാമിലിക്കൊക്കെ ഈ ലേഡീസിനൊക്കെ കൊണ്ടു കിടക്കാൻ ഏറ്റവും ഒതുങ്ങിയതും ചെറുതുമായ വണ്ടികളാണ്. ഇതിന്റെ സസ്പെൻഷനുകൾ ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം പക്കാണ്. പ്രൈസ് 260. ഫിനാൻസ് വേണമെങ്കിൽ കയറുമല്ലോ. ഫിനാൻസ് കിട്ടും. പിന്നെ സലീമയുടെ നെക്സ്റ്റ് വാഗണാർ 2011 വാഗണാർ 31 വരെ പേപ്പറുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 2011 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 100% ഗ്യാരണ്ടിയാണ്. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട്. പക്ഷെ വണ്ടി നല്ല വണ്ടി. ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. 2011 31 വരെ പേപ്പറുള്ള LXi വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 1,85,000 രൂപയ്ക്ക് കൊടുക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല ഒന്നുമില്ല. 1,85,000 കൊടുക്കും. 1,85,000. നെക്സ്റ്റ് 2010 നാനോ ആണ്. AC ഉള്ള വണ്ടി. ഒരു ടയർ ഇത്തിരി മോശമുണ്ട്. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. എടുക്കുക ഓടുക കേട്ടോ. നല്ല വണ്ടി. 2010 നല്ല വണ്ടി. കിലോമീറ്റർ കുറച്ചേ ഓടിയിട്ടുള്ളൂ. 35 അങ്ങനെ ഏതോ ഓടിയിട്ടുള്ളൂ കേട്ടോ. നല്ല വണ്ടി ആയതുകൊണ്ടാണ് വില കൂടുതൽ. വില 48 രൂപയ്ക്ക് കൊടുക്കുക. ഫൈനൽ വിലയാണ്. വണ്ടി ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ വില കൂടുതൽ. കുറഞ്ഞ വിലയ്ക്ക് നാനോ കിട്ടും. അതിലുള്ള നാനോ അല്ല. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് വില കൂടി നിൽക്കുന്നത്. ശരി കേട്ടോ. നെക്സ്റ്റ് വാഗണാർ 2018 ഓട്ടോമാറ്റിക് വാഗണറാണ്. കിലോമീറ്റർ സ്വല്പം കൂടിപ്പോയെന്ന് പറഞ്ഞാണ് വിൽക്കാതെ കിടക്കുന്നത്. പിന്നെ 2 പേർക്ക് CCക്ക് പോയി അങ്ങനെ കിടപ്പായി. CC നടന്നില്ല. 135 കിലോമീറ്റർ ഓടിയ VXi വാഗണർ ഓട്ടോമാറ്റിക് ആണ്. മോഡൽ ഏതാ? 2018 മോഡൽ. ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഈ വണ്ടിയൊക്കെ എക്സ്ട്രാ ഗ്യാരണ്ടി ആയിരിക്കും. കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ടല്ലോ. ടയറൊക്കെ നല്ല ടയർ. പുതിയ വണ്ടി അല്ലല്ലോ. അപ്പൊ എങ്ങനെയായാലും സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഗണർ. ഒന്നുമില്ല. 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് 130 133 ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടി. ആദ്യം കൂടുതൽ കിട്ടും. നമ്മളീ പറയുന്ന വിലയെക്കാട്ട് ഫിനാൻസ് ചിലപ്പം കിട്ടും. ഏതൊക്കെയാലും എടുക്കാൻ വരുന്നവരൊക്കെ കുറച്ചെങ്കിലും പൈസ ഉണ്ടാവണമല്ലോ. നെക്സ്റ്റ് വോക്സ്വാഗൻ വെന്റോ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്? DSG ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അതാണ് പ്രത്യേകത കേട്ടോ.
ഈ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഷോറൂമിലെ പുതിയ വണ്ടിയുടെ അതേ ക്വാളിറ്റി, ഒരു ചെറിയ സ്ക്രാച്ച് മറ സൈഡിലുണ്ട്. ആ സ്ക്രാച്ച് അത് മാത്രമേ ടച്ച് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ഒരു ചെറിയ സ്ക്രാച്ച് അല്ലാതെ വണ്ടി ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി എങ്ങനെയിരിക്കും അതേ കണക്കിരിക്കും. മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് ഓണർഷിപ്പ് 4 കിലോമീറ്റർ 1.15. മോഡലോ 2014 ലാസ്റ്റ്. 2014 ലാസ്റ്റ് ഡീസൽ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ എടുക്കാൻ വരുന്ന ഒരു മെക്കാനിക്കിനെയാണ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് എടുക്കുക. ഈ പ്രീമിയം വണ്ടിയിൽ കൂടിയ വണ്ടികളാണ്, അതുകൊണ്ട് അങ്ങനെ എടുക്കുക കേട്ടോ. ഇതൊക്കെ വലിയ ചെറിയ ലാഭം എടുത്തിട്ട് കൊടുക്കുന്ന വണ്ടികളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വലുതായാലും ചെറുതായാലും ചെറിയ ലാഭമാണ് കൊണ്ടുവന്നെടുക്കുക. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. 3.75 കൊടുക്കാം. 5.5 രൂപ മാർക്കറ്റ് വിലയുള്ള വണ്ടിയാണ്. 3.75 വില. 2014 ലാസ്റ്റ് ഡീസൽ. ഇതൊന്നും മാർക്കറ്റ് കിട്ടാത്ത 20 കൂടുതൽ മൈലേജ് ആണ്, ഗ്യാരണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് 2015-14 ലാസ്റ്റ് വണ്ടി. 4th ഓണർ എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഹൈ ക്വാളിറ്റിയാണ് വണ്ടി. 3.75 കൊടുക്കാൻ പറ്റും. ലോൺ ഇതിനെക്കാട്ടിയൊക്കെ കിട്ടും ചിലപ്പോൾ. ലോൺ കയറുമല്ലോ. പിന്നെ 3.75 ഫൈനൽ വിലയാണ്. ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കിയോ, അത്യാവശ്യം അറിയാവുന്നവരായിരിക്കും ഇതുപോലെയുള്ള പ്രീമിയം വണ്ടികൾ എടുക്കാൻ വരുന്നവർ. അവർ വ്യക്തമായിട്ട് നോക്കി എടുക്കട്ടെ. ഇതിന് പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഉണ്ടാവില്ലെന്ന് പറയുന്നത് കൂടിയ വണ്ടികളും ചെറിയ മാർജിൻ ഇട്ട് കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ.